അസ്സലാമു അലൈക്കും. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. അൽഹംദുലില്ലാ നമുക്ക് മക്കൾക്ക് സുഖമാണ്. പിന്നെ ഇന്നലെ ഞാൻ യൂട്യൂബ് പണി തന്നു മക്കളെ എന്ന് പറഞ്ഞിട്ടൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ. അത് ഒരുപാട് പേർക്കും സെറ്റിങ്സിനകത്ത് കംപ്ലൈൻ്റ് ഉണ്ട്. അത് എനിക്ക് മാത്രമല്ല, ഗൾഫ് ഉപയോഗിക്കുന്ന 2-3 ഇത്താമാർക്കും ഒക്കെ കംപ്ലൈൻ്റ് ഉണ്ട് എന്ന് പറഞ്ഞിട്ട് എനിക്ക് മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു. അത് യൂട്യൂബ് എന്തോ ഇതാണ്, അത് ഓട്ടോമാറ്റിക് മാറും, നമ്മളൊന്നും ചെയ്യണ്ടെന്നാണ് പറഞ്ഞത്. 2 ദിവസമായി മോണിറ്റൈസേഷൻ ബട്ടൺ ഓഫായപ്പോൾ ഞാൻ പേടിച്ചു പോയി. പിന്നെ നാളെ ഇനിയിപ്പോൾ ലാബിൽ പോകണം, ഷുഗർ ടെസ്റ്റ്, മറ്റേ ഗ്ലൂക്കോസ് കലക്കിയത്, യൂറിൻ, പിന്നെ ബ്ലഡ് സ്കാനിങ്, തൈറോയ്ഡ്, ഇതൊക്കെ നാളത്തെ ടെസ്റ്റാണ്. എല്ലാവരും ദുആ ചെയ്യണം. ആരെ ദുആണ് റബ്ബ് സ്വീകരിക്കണേന്ന് അറിയത്തില്ല. പിന്നെ നിൻ്റെ ദുആ റബ്ബ് സ്വീകരിക്കുമോ എന്നൊക്കെ കമൻറ്റ് വന്ന്. അതൊക്കെ നമ്മൾ റബ്ബിൻ്റെ സൃഷ്ടികളല്ലേ, നമുക്കൊന്നും പറയാൻ പറ്റില്ല. പിന്നെ ഒരുപാട് നെഗറ്റീവും അതിലുപരി പോസിറ്റീവും വരുന്നുണ്ട്. ഫോൺ കോളുകളും പോസിറ്റീവ് വരുന്നുണ്ട്. ഞാനിപ്പോൾ കരഞ്ഞ് തളർന്നിരുന്നാൽ എന്താണ് മറ്റുള്ളവർ സന്തോഷിക്കുള്ളൂ. അതിനു വേണ്ടി എൻ്റെ മക്കൾക്ക് ഉമ്മയില്ലാണ്ടാവുകയുള്ളൂ. അപ്പം അതിതല്ലത് എനിക്കൊരു പോസിറ്റീവ് എനർജി. നിങ്ങൾ ഇത്രയും എന്നെ പറഞ്ഞ് എനിക്ക് റബ്ബ് എന്തെങ്കിലും ഒരു താഴ്ച വരുത്തിയിട്ടുണ്ടോ? ഇല്ല. അപ്പം എൻ്റെ കാര്യങ്ങൾ ഓർത്ത് നിങ്ങൾ വേവലാതിപ്പെടണ്ട. കാരണം എന്താണെന്ന് പറയുമ്പോൾ നെഗറ്റീവും പറഞ്ഞ് കള്ള ഐഡിയകളും പറയുന്നത് ഒന്നും പറയണ്ട. എനിക്ക് റബ്ബ് എങ്ങനെയാണ് വിധിച്ചിരിക്കുന്നത്, നിനക്ക് എങ്ങനത്തെ മരണം. നീ എൻ്റെ അടുത്ത് എനിക്ക് 2-3 കമൻറ്റുകൾ വന്നിട്ടുണ്ട്. നീ പുഴുത്തേ ചാവൂളടി, അല്ലെങ്കിൽ എൻ്റെ ഫാമിലി മെമ്പേഴ്സ് തന്നെ ഇതിനകത്ത് എന്നെ കമൻറ്റ് വന്നിട്ടുണ്ട്, അല്ലെങ്കിൽ നീ അനുഭവിക്കോടി. ഇതിൽ കൂടുതൽ ഇനി അനുഭവിക്കാനില്ല. സത്യം, ഈ ആയുസ്സിൽ ഇനി അനുഭവിക്കാൻ ഒന്നുമില്ല. വേദന മാനസികമായിട്ടും ശാരീരികമായിട്ടും കേൾക്കാത്തതും കാണാത്തതും ഒക്കെ കണ്ട്. എന്നിട്ടും എനിക്കൊരു പോസിറ്റീവ് എനർജി എന്താണെന്നറിയാമോ? ഞാൻ എപ്പോഴും ബോൾഡായിട്ട് നിൽക്കുന്ന ഒരു സ്ത്രീയാണ്. എൻ്റെ മക്കൾക്ക് ആരുമില്ലാത്ത ടൈമിലും, വാടക വീട്ടിൽ നിന്നപ്പോഴും, ഉടുതുണിക്ക് മറുതുണി ഇല്ലാത്ത ടൈമിനും ചേർത്ത് പിടിച്ചിട്ടേ ഉള്ളൂ. അന്ന് എനിക്കൊരു ഗൾഫിലോട്ടും ഒരു ജോലി വേക്കൻസി വന്നു. എൻ്റെ കൂട്ടുകാരിയാണ് ഇളയ മോനെ നോക്കിക്കൊണ്ടിരിക്കുന്നത്. വാടക വീട്ടിലായിരുന്ന സമയത്ത് സ്കൂളുള്ള ടൈമിന് 3 വരെ പൂട്ടിയിട്ടിട്ട് പോകും. വയ്യായ്മയാണെങ്കിൽ ഒരു ഇടിയത്തും മഴയത്തും ഞാൻ പൂട്ടിയിട്ടിട്ട് മോനെ പോയി. ജലദോഷം ഉള്ളതുകൊണ്ട് അവളെ കുഞ്ഞുങ്ങൾക്കും അലർജി പ്രശ്നമാണ്. അപ്പോൾ യമൻ്റെ ജലദോഷം അവർക്ക് വന്നാൽ അവർക്ക് ഭയങ്കര പ്രശ്നം വരും. അങ്ങനെ അവനെ ഞാൻ പൂട്ടിയിട്ടിട്ട്, അതായത് അത്രയ്ക്കുള്ള പ്രായമുള്ളൂ, ജനൽ പൊട്ടിയിട്ടിട്ടുണ്ടായിരുന്നു റൂമിൽ. ഞാൻ വന്ന് നോക്കുമ്പോൾ കുഞ്ഞ് ഉറങ്ങിക്കിടക്കണം. അത്രയും സഹകരിച്ച മോനാണ് മിബ്സ് മോൻ. എന്തുകൊണ്ട് മിബ്സ് മോൻ ഇങ്ങനെ മറുപടി പറയുന്നു എന്ന് വെച്ചാൽ, ഉമ്മാൻ്റെ എല്ലാം കണ്ടിട്ടാണ് എൻ്റെ കുഞ്ഞുമോൻ വളർന്നത്. കാരണം എന്ന് വെച്ചാൽ ഒരുപാട് കഷ്ടപ്പെടും. 2 പേരും ഒരു റിപ്ലൈയും തരൂല, പക്ഷേ അൽഹംദുലില്ലാ അവർ റിപ്ലൈ തരും. പക്ഷേ യഥാർത്ഥത്തിൽ എല്ലാത്തിനും അർഹതപ്പെട്ട അവനാണ്. കാരണം എന്ന് വെച്ചാൽ എന്തെന്നറിയാമോ, അവൻ ആണ് യത്തീമെന്ന് പറഞ്ഞ കുട്ടി. നമ്മുടെ ഇസ്ലാമിൻ്റെ അല്ലേ, മറ്റ് 2 മക്കൾക്കും ബാപ്പ ഇല്ല, ഓക്കെ, പക്ഷെ അവനാണ് യഥാർത്ഥത്തിൽ എൻ്റെ കയ്യിലിരിക്കുന്നതിൽ യത്തീം കുട്ടി അവനാണ്. പക്ഷേ എത്ര ആയാലും അവർക്കൊരു ആൺകുഞ്ഞിനും പെൺകുഞ്ഞിനും ഒരു ഉപ്പ സ്നേഹം വേണം. എത്ര പുഴുത്തോളാണെങ്കിലും ഒരു തള്ളയുണ്ട്, പിച്ച വെച്ച് നടക്കുന്ന പരുവത്തിലൊരു തള്ളയുണ്ട് എന്നുണ്ടെങ്കിലുണ്ടല്ലേ, ഒരാളും കയറി ഒരു അഭിപ്രായം പറയൂല. എനിക്ക് ഷംസ് പോയതിന് ശേഷം ഒരുപാട് അഭിപ്രായങ്ങൾ വന്നു. അങ്ങനെ ചെയ്യണം, ഇങ്ങനെ ചെയ്യണം, മറ്റത് ചെയ്യണം, മറിച്ചത് ചെയ്യണം. അപ്പോഴും ഞാൻ പറഞ്ഞു, നിങ്ങൾ ആരും ഒന്നും പറയണ്ട, എനിക്കറിയാം. എല്ലാം മുറിയെ പണിയെടുത്ത്, തുണി കച്ചവടം, അല്ല എവിടെയൊന്നും അടിക്കല്ലേ പൊന്ന, തുണി കച്ചവടം, വീട്ടുപണി, അന്നൊന്നും ആരും ഇല്ലായിരുന്നു. വിശന്ന് നിൽക്കും 2-2:30 വരെ എൻ്റെ മക്കൾ. വല്ലതും ആയി അവർ കൊടുത്താലേ തിന്നാൻ പറ്റൂ. എന്നാലും ആ മാമി ഒരുപാട് സഹകരിച്ച് നിന്നിട്ടുണ്ട്. മക്കൾ വലിയ പൊരിച്ച മീനൊക്കെ തിന്നുന്നത് അവരെ വീട്ടിൽ നിന്നാണ്. കാരണം എൻ്റെ കയ്യിൽ അന്ന് നിവർത്തിയില്ല. കടക്കണി ആടുകളെ മൊത്തവും കൊടുത്ത്, എന്നിട്ടും കടബാധ്യത തീർന്നില്ല. നെജിലാക്കൊരു പഴയ കാലം ഉണ്ടായിരുന്നു, ആരെടുത്തും മിണ്ടാത്തൊരു കാലം. അതിൽ നിന്നാണ് നെജില എങ്ങനെ ആയത്. പക്ഷേ ഇനി തളർത്തണമെങ്കിൽ എൻ്റെ റബ്ബ് വേണം. പിന്നെ എൻ്റെ ഉമ്മയ്ക്കും ബാപ്പയ്ക്കും ഞാൻ അൽഹംദുലില്ലാ എനിക്ക് കിട്ടിയതിലും എനിക്ക് തന്നതിലും ഞാൻ എൻ്റെ ഉമ്മയ്ക്കും ബാപ്പയ്ക്കും എല്ലാം കൊടുത്തിട്ടുണ്ട്. എൻ്റെ ഉമ്മക്ക് എല്ലാം കൊടുത്തു. എൻ്റെ ഉമ്മ ഒരു നേരം കണ്ണെൻ്റെ മുമ്പ് വന്ന് നിറയുമ്പോഴും ഞാൻ എൻ്റെ ഉമ്മയെ സമാധാനിപ്പിച്ചിട്ടേ ഉള്ളൂ. പിന്നെ ഞാൻ ഒരു ഇതെടുത്തു, എന്താണ്, ഷാന എടുത്തു. അതെൻ്റെ ഉമ്മയ്ക്ക് ഇഷ്ടമല്ല, ഉപ്പയ്ക്ക് ഇഷ്ടമല്ല. ഉപ്പ കുറച്ച് സൈലൻ്റ് ആണെങ്കിലും ഇഷ്ടമല്ല. കാരണം എന്താണ്, മദ്യപിക്കാത്ത ഒരാളായിരുന്നു എങ്കിലും അൽഹംദുലില്ലാ അന്ന് 3 ദിവസമായി ജോലിക്ക് പോകുന്നുണ്ട്. ഉള്ള വിഹിതം കൊണ്ടുവന്ന് തരുന്നുണ്ട്. മക്കൾക്ക് ആവശ്യങ്ങളെല്ലാം നിറവേറ്റി കൊടുക്കുന്നുണ്ട്. പിന്നെ എൻ്റെ മസ്റുമോള ഉമ്മാരുടെ അടുത്ത് ഉപ്പാരുടെ അടുത്ത് നിർത്തുന്നത് എന്താണ്, ഇനി അതിൻ്റെ പേരിൽ ഒരു സങ്കടം വരണ്ട. പാപ്പാക്കും ഉമ്മാക്കും അവിടെ ആരുമില്ല. എൻ്റെ ഉമ്മയും ഉപ്പയും തന്നെയല്ല, അവർ കാരണമല്ലേ ഞാൻ ഈ ഭൂമിയിലെ ജന്മം കണ്ടത്.
കൊണ്ട് വന്നത്. അതുപോലെ എൻ്റെ മോൾ അവിടെ നിന്നോട്ടെ രാത്രി കാലങ്ങളിൽ. നമ്മൾ രണ്ടുപേരും കൂടെ അഡ്മിഷൻ എടുക്കാൻ പോകുന്നുണ്ട് 23-ാം തീയതി കഴിഞ്ഞിട്ട്. മോൾ അവിടെ ചാവറകോടി MAM-ലാണ് ആക്കുന്നത്. കാരണം അവളെ വേണമെങ്കിൽ നമുക്ക് ഗവൺമെൻറ് സ്കൂളിലാക്കാം. അപ്പോഴേക്ക പറഞ്ഞ എന്താണ്, എടി അവൾ നന്നായിട്ട് പഠിക്കട്ടെ, അവൾ നിൻ്റെ ഉമ്മാരുടെ അടുത്തും ബാപ്പാരുടെ അടുത്തും നിൽക്കട്ടെ, ഹോസ്പിറ്റൽ കാര്യമാകുമ്പോഴും ഉമ്മയും ഉപ്പയും നോക്കുമല്ലേ. എൻ്റെ എന്താണ് ഇക്ക വിളിക്കുന്നത് വാപ്പായ മാമച്ചി എന്നാണ് വിളിക്കുന്നത്, ഉമ്മായ ഉമ്മ എന്ന് വിളിക്കും. ഉമ്മ ഒരിക്കലും അംഗീകരിക്കില്ല. പക്ഷെ ഇന്ന് 3 ദിവസമായി അൽഹംദുലില്ലാ ഉള്ള വിഹിതം കൊണ്ടുവന്ന് തന്ന് നിൽക്കണം. മക്കൾ എന്ത് പറഞ്ഞാലും മക്കൾക്ക് മേടിച്ചു കൊടുക്കും. മസ്റുമോള് ഒരാഴ്ചയും കൂടെ അപ്പുറത്ത് നിന്നോട്ടെ എന്ന് പറഞ്ഞിരിക്കുകയാണ്. കാരണം എന്ന് വെച്ചാൽ അവൾ ഉമ്മച്ചീമ ഉപ്പാപ്പ ഇത്രയും കാലം നമ്മൾ വാടക വീട്ടി ഒറ്റയ്ക്കാണ് കിടന്നത്. എൻ്റെ കൂട്ടുകാരിക്കൊക്കെ അറിയാം ഞാൻ എന്ത് കഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന്. തുണിക്കച്ചവടം, മറ്റേ ഇതുണ്ടല്ല നൂഡിൽസ് കാര്യങ്ങൾ, അത് വിൽപ്പന. ഒരു നേരം ഞാൻ വെറുതെ ഇരിക്കുന്ന സ്ത്രീയല്ല, അല്ലെങ്കിൽ ഞാനും മക്കളും കൂടെ തോട്ടിലിറങ്ങിപ്പോവും തോലൊടിക്കാൻ. അങ്ങനത്തെ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. 4-4.5 വർഷം ഒരു പോലീസുകാരൻ്റെ വീട്ടിലാണ് വാടകയ്ക്ക് താമസിച്ചത്. അവരെ സ്വന്തം വീടിനെക്കാട്ടി വൃത്തിക്കാണ് ഞാൻ ഇട്ടിരുന്നത്. കാര്യം എന്താണ്, അവർ വന്നു പോലും നോക്കില്ല, ഗൂഗിൾ പേണ് ചെയ്ത് കൊടുക്കണം. എനിക്ക് ആ വീട് എൻ്റെ വീട് കണക്കാണ് ഞാൻ ഇട്ടിരുന്നത്. അപ്പോഴേ എനിക്ക് വേറെ ഒരു ബുദ്ധിമുട്ടില്ല. ഞാൻ ഏത് വീട്ടിൽ കിടന്നാലും ഏത് കാര്യം ചെയ്താലും ഞാൻ നല്ല നീറ്റോടുകൂടിയാണ് ചെയ്യുന്നത്. ഒരു ഇസ്ലാമിലാണെങ്കിലും വേറെ ഏത് മതത്തിലാണെങ്കിലും എന്തിലാണെങ്കിലും ഒരു മനുഷ്യൻ എന്ന പരിഗണനയിൽ എന്നെ ഒരുപാട് സമൂഹത്തിൽ കുറേ പേര് എന്നെ അടിച്ചു താത്തി. എന്നാൽ നിൻ്റെ കയ്യിൽ വല്ല തെളിവിട് എന്നിലുള്ള ഒരു ഫോൾട്ട്. എനിക്ക് 4 വിവാഹം, അത് എൻ്റെ വീട്ടുകാരുൾപ്പെടെ പറഞ്ഞ് 4 വിവാഹം. ഈ 4 വിവാഹവും ഞാൻ കാരണമല്ല ഇങ്ങനെ ആയത്. പിന്നെ ഞാൻ ഷാൻ്റെ ഈ വിഷയം വന്നപ്പോഴത്തേക്ക് സത്യത്തിൽ തികച്ചും ഒറ്റപ്പെട്ടു പോയി. കാരണം ഒന്നാമത്തെ കാര്യം എൻ്റെ സഹോദരങ്ങളെല്ലാം എതിർത്ത വിവാഹമാണ് എല്ലാവരും. കാരണം വെച്ചാൽ ഷാൻ ഇങ്ങനത്തെ ക്യാരക്ടറാണ്. എന്നാലും പറഞ്ഞ് സഹോദരങ്ങളും കൂലിപ്പണിയും ഒക്കെ ചെയ്ത് തന്നെയാണ് ജീവിക്കുന്നത്. എൻ്റെ ഉപ്പയും കൂലിപ്പണിക്കാരനായിരുന്നു. പക്ഷെ ഇന്നുപ്പയ്ക്ക് പണിക്കൊന്നും പോകാൻ പറ്റൂല എന്നും പറഞ്ഞ് എനിക്ക് വേറെ എൻ്റെ വാപ്പ എപ്പോഴും എനിക്ക് കാണാം, എൻ്റെ കണ്ണ് മുമ്പ് ഇതാക്കും. ഞാൻ എൻ്റെ പലയിടത്ത് ചോദിച്ചു നോക്കണം, ഞാൻ എന്തെങ്കിലും നോവിച്ചിട്ടുണ്ടെങ്കിൽ ഈ ഷാൻ്റെ കാര്യത്തിൽ മാത്രമേ മനസ്സ് വേദനിപ്പിച്ചിട്ടുള്ളൂ ഉപ്പായ. അല്ലാതെ ഒരു കാര്യത്തിലും ഞാൻ വാപ്പായെ വേദനിപ്പിച്ചിട്ടില്ല, വേദനിപ്പിക്കത്തുമില്ല. എന്ത് വന്നാലും ഇനിയിപ്പോൾ അതാ ഈ വീഡിയോ എൻ്റെ ഉമ്മ എന്തായാലും കാണും. ഇനിയിപ്പോൾ എന്ത് വന്നാലും ഒരു മുറ്റത്താണ്, ചിലപ്പം ഈ കൊള്ളരുതാത്തോളെ കാണുള്ളൂ. എനിക്ക് ഉമ്മാരുടെയും വാപ്പാരുടെയും ആരുടെയും ഒരു ദേഷ്യമില്ല. കാരണം എന്ന് വെച്ചാൽ എനിക്ക് വാപ്പാരെ സ്വഭാവമാണ്. എൻ്റെ വാപ്പായും അതേപോലെയാണ്. പറഞ്ഞ നേരത്ത് മാത്രമേ ഉള്ളൂ. എനിക്ക് എൻ്റെ ഉപ്പായ ജീവനാണ്. എൻ്റെ ഉമ്മ എന്തുകൊണ്ടാണെങ്കിലും മനസ്സിൽ തട്ടിയിട്ടാണെങ്കിലും എൻ്റെ ഉമ്മ ഇങ്ങനെ പുറമെ എന്തെങ്കിലും പറഞ്ഞിട്ടേ ഉള്ളൂ. അല്ലാതെ എൻ്റെ ഉമ്മക്ക് ഒരിക്കലും എൻ്റെ കൂടെ ദേഷ്യപ്പെടാൻ പറ്റില്ല. കാരണം ഉമ്മയും മക്കളും അങ്ങനത്തെ ബന്ധമാണ്. പിന്നെ എൻ്റെ ഉമ്മ പറഞ്ഞ വോയിസ് അത് ഡിലീറ്റ് ചെയ്തിട്ടും വേറൊരു ഇതിൽ വന്നിട്ടുണ്ട്. അത് ഇൻഷാ അല്ലാഹ് പെരുന്നാൾ കഴിഞ്ഞിട്ട് അതിനുള്ള പരിഹാരം എന്തായാലും കണ്ടെത്തുന്നുണ്ട്. നമ്മൾ ഇവിടം വരെ എത്തി. പടച്ചോ നമ്മളെ വീണ്ടും ഒന്നിച്ച് ഈ മക്കൾ, ഈ മോനില്ലേ 2 പേര് പുറത്ത് പോയി കളിച്ചാൽ ഈ മോൻ എൻ്റെ അടുത്ത് നിന്ന് മാറും. എപ്പോഴും ബാപ്പച്ചി വന്ന് അവരെ സാധനങ്ങൾ കയ്യിൽ കിട്ടിയാൽ ബാപ്പച്ചി മക്കളും കൂടെ ഇരിക്കുന്ന ടൈമിന് എൻ്റെ അടുത്ത് നിന്ന് മാറും, അല്ലാതെ അവർ മാറൂല. അതുപോലെ തന്നെ മുത്തുമോൻ ഇൻഷാ അല്ലാഹ് തിങ്കളാഴ്ച ഹോസ്പിറ്റലിൽ പോകണം. നാളെ എല്ലാവരും ദുആ ചെയ്യണം. എൻ്റെ സ്കാനിങ്ങിൻ്റെ ഇതാണ്. കാരണം കുഞ്ഞിനൊരാവത്തും പറ്റില്ല. പിന്നെ ഇപ്പോഴത്തെ കാര്യം എന്ന് വെച്ചാൽ അധികം ജോലിയൊന്നും ചെയ്യുന്നില്ല. അത്യാവശ്യം അതായത് വീട്ടിലെ കാര്യങ്ങളെല്ലാം ചെയ്യുന്നുണ്ട്, പുറത്തോ ഒന്നും ചെയ്യുന്നില്ല. കാരണം ഇപ്പോൾ തണുപ്പായപ്പോൾ വെരിക്കോസിൻ്റെ പ്രശ്നം അങ്ങനെ ഒന്നുണ്ടായിരുന്നു. ആ കാല് ഭയങ്കര പ്രശ്നം. അതുകൊണ്ട് മുറ്റം തൂക്കലായാലും തുണി എഴുവലായാലും വലിയ ബുദ്ധിമുട്ടാണ്. ഇനിതാ ഇപ്പം അടുക്കളയിൽ കയറാൻ പോകുന്നേ ഉള്ളൂ. കറിയുണ്ട്. ഇവർക്ക് തൈരും പപ്പടവും ആണ് ഇവർക്കിഷ്ടം. അപ്പം അത് മസ്റുമോള് പോയി ഇവന്മാരും കൂടെ പോയി കടയിൽ പോയി മേടിക്കും. എനിക്കിപ്പം 2-3 ദിവസം കൊണ്ട് ജോലി ചെയ്യാനും എല്ലാത്തിനും ഒരു സന്തോഷമുണ്ട്. പിന്നെ എൻ്റെ ഉമ്മേനെയും വാപ്പേനെയും ഞാൻ കളഞ്ഞിട്ടില്ല, എൻ്റെ മുറ്റത്ത് തന്നെയുണ്ട്. അവർക്ക് എന്നെ വേണ്ടാന്നുണ്ടെങ്കിൽ ഓക്കെ, അതൊന്നും യാതൊരു പ്രശ്നങ്ങളില്ല. പക്ഷേ അൽഹംദുലില്ലാ ഞാൻ റാഹത്താണ്, വേറെ കുഴപ്പങ്ങളൊന്നുമില്ല. പിന്നെ ഈ വീട് എന്തായാലും മക്കൾക്കുള്ളതാണ്. ഇതിനകത്തൊന്നും ഞാൻ കൂടുതലും നന്നാക്കാനേ നോക്കുള്ളൂ. എൻ്റെ വീട് ഒരിക്കലും ഞാൻ നശിപ്പിക്കാൻ നോക്കില്ല. കാരണം എന്ന് വെച്ചാൽ എനിക്ക് എന്ത് സംഭവിച്ചു പോയാലും ഈ 2 ആൺകുഞ്ഞുങ്ങളെയൊക്കെ നോക്കിക്കൊള്ളണം, മസ്റുമോളെ വീട്ടിൽ കൊടുത്തോളണം എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. മസ്റൂറ മോളം എൻ്റെ ഉമ്മേരെ ഉപ്പേരെ അടുത്താക്കിയിട്ട് ഈ മുത്തുമോനെയും വെച്ചുമോനെയും നിങ്ങൾ കൊണ്ടുപോയിക്കോളണം എവിടെയാണെങ്കിലും. അവർ ആൺകുഞ്ഞല്ലേ, മറ്റേതും ആൺകുഞ്ഞാണെങ്കിൽ കൊണ്ടുപോയേനെ. പിന്നെ അതിൻ്റെ പേരിൽ ഉമ്മച്ചിലൂടെ നിൽക്കും. അപ്പോഴേ എന്തായാലും അൽഹംദുലില്ലാ ഒരുപാട് വിവാദങ്ങൾ ഒരുപാട് കേട്ട് സമൂഹത്തിൽ. എന്നിട്ടാ റബ്ബ് തളർത്തിയാണ്. പിന്നെ
ഞാൻ മറ്റുള്ളവരെ പൈസ കണ്ടിട്ടല്ല പ്രഗ്നൻ്റ് ആയത്, അതും കൂടെ പറഞ്ഞുതരാം. അള്ളാഹു ഈ മക്കളെയും ഭൂമിയിൽ നമ്മൾ 1 രൂപയും ഇല്ലാതെ തന്നെയാണ് ഈ മക്കളെ എൻ്റെ വയറ്റിൽ അള്ളാഹു തന്നത്. ഇവിടം വരെ എത്തി പടച്ചോൻ്റെ അനുഗ്രഹം കൊണ്ട് മുത്തുമോനും മിച്ചുമോനും കുറേ കഷ്ടപ്പാടുണ്ടായിരുന്നു. ഇപ്പം ഞാൻ പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ കാണിക്കുന്നതിന് വരെ സമൂഹത്തിന് ചിലവർക്ക് കുറ്റമാണ്. അത് പൊന്നെ വായിച്ചു. അപ്പോൾ എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ ഞാൻ പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ കാണിക്കുന്നതിന് തക്കതായ കാരണമുണ്ട്. എന്തായാലും ആൺകുഞ്ഞുങ്ങളെ കൂടെ കൊണ്ടുപോകും, മസ്റുമോളെ ഉമ്മേരെടുത്തും ഉപ്പേരെടുത്തും ആക്കും, അങ്ങനെയാണ് നിൽക്കുന്നത്. പിന്നെ ഇൻഷാ അല്ലാഹ് ഉപ്പയ്ക്ക് ആവത്തൊന്നും വരാതിരിക്കണം എൻ്റെ ഉപ്പയ്ക്ക്. കാരണം എന്നാലേ മസ്റുമോളെ ഇതാക്കാൻ പറ്റൂ. അല്ലെങ്കിൽ എന്തെങ്കിലും ഒന്ന് സംഭവിച്ചു പോയാൽ, ദീർഘായുസ്സനം കൊടുക്കട്ടെ, എന്തെങ്കിലും ഒന്ന് സംഭവിച്ചു പോയാൽ പിന്നെ ഉമ്മയ്ക്ക് കൂടെ നിൽക്കണം. അപ്പോൾ മസ്റൂറ മോളെ കാര്യം ഡിലേ വരും. അപ്പോൾ എല്ലാം അള്ളാഹുവേ എൻ്റെ ഉപ്പയ്ക്കൊരാവത്തും വരുത്തല്, ഉമ്മയ്ക്കൊരാവത്തും വരുത്തല്, നമ്മുടെ എല്ലാവരെയും കടക്കണിയൊന്ന് മാറ്റി നേരെ ആയി പാപ്പയും ഉമ്മയും നന്നായിട്ട് ഇരിക്കണ കാണണം. ഒരുപാട് സങ്കടങ്ങളും പ്രയാസങ്ങളും എല്ലാവരുടെ കുടുംബജീവിതത്തിലും ഉണ്ട്. അതെന്നെ കാരണമൊന്നുമല്ല, കടബാധ്യതകളും കാര്യങ്ങളും ഒക്കെ അൽഹംദുലില്ലാ ഒരുപാട് പ്രയാസങ്ങൾക്കൊടുവിലാണ് നമുക്ക് 2 പേർക്കും വീടായത്. നമ്മൾ ചോന്നരിച്ച വീട്ടിൽ കിടക്കുകയായിരുന്നു, ഓടിട്ട വീട്. ഒരുപാട് പഞ്ചായത്തിൽ നിന്നൊക്കെ കൊടുത്തിട്ടും എൻ്റെ കുടുംബത്തിന് കിട്ടിയില്ല. ഇന്നത് വാർത്തു വെച്ച് എല്ലാ കടബാധ്യതകളും തീർന്ന് എന്നിൽ നിന്ന് എന്തെങ്കിലും വാങ്ങാൻ ഉമ്മയ്ക്കും ഉപ്പയ്ക്കും പറ്റുമെങ്കിൽ ഞാൻ കൊടുക്കും. അത് വാങ്ങാം, ഉമ്മയ്ക്കും ഉപ്പയ്ക്കും ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ വാങ്ങാം, അല്ലെങ്കിൽ വേണ്ട. ഒരിക്കലും പ്രാവരുത്. അത്രയേ ഉള്ളൂ. അസ്സലാമു അലൈക്കും.